ക്രിക്കറ്റ് മാച്ചിൽ പ്ലെയേഴ്സ് നന്നായി കളിച്ചാൽ പോലും അവരെ കാണിക്കാതെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവിടെ ഓഡിയൻസ് ആയിരിക്കുന്ന സ്ത്രീകളെയോ അല്ലെങ്കിൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഡാൻസ് കളിക്കുന്ന സ്ത്രീകളെയോ ആയിരിക്കും. ഒരുപാട് കോടികൾ ചെലവാക്കി ക്രിക്കറ്റ് മാച്ച് നടത്തുന്നവർ അത് ജനങ്ങളുടെ മുന്നിലെത്തിക്കാൻ വിമൻ എന്ന ഫാക്ടറിനെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പുരുഷന്മാർ പെട്ടെന്ന് ഇതിൽ അട്രാക്റ്റായി ആകുമെന്ന് കരുതി അവരുടെ കാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ടാണ് അവർ എടുക്കുന്നത്. ഇത് ക്രിക്കറ്റ് മാച്ചിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന പുരുഷന്മാർക്ക് ഗേൾസിൻ്റെ റീൽസ് ആയിരിക്കും കൂടുതലാവും വരുന്നുണ്ടാവുക. അവരുടെ ആപ്പ് നിങ്ങൾ എത്രത്തോളം യൂസ് ചെയ്യണമെന്ന് അവർക്കറിയാം. മേക്കപ്പ് കമ്പനീസ്, ഫോട്ടോ ഫിൽറ്റർ ആപ്സ്, റോങ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് തുടങ്ങിയവരുടെ ബിസിനസ്സുകളിൽ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് തന്നെ പുരുഷന്മാരുടെ കാമം മാത്രമാണ്. അതുകൊണ്ടാണ് അവർ പണം സമ്പാദിക്കുന്നത്. പുരുഷന്മാർ കൂടുതലായും ഗ്ലാമറായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് അഡിക്റ്റഡ് ആകുന്നവരാണ്. ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് പല കമ്പനീസും ബിസിനസ് ചെയ്യുന്നത്. ഒരു പുതിയ ലോകത്തെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. അവിടെയുള്ള പുരുഷന്മാർ സ്ത്രീകളെ കാമത്തോടെ നോക്കുന്നില്ല എന്ന് വിചാരിക്കുക. അവർ സ്ത്രീകളെ ഒരു ഇമോഷനും ഇല്ലാതെയായിരിക്കും കാണുന്നുണ്ടാവുക എന്ന് സങ്കല്പിക്കുക. ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾക്ക് പവർ ഇല്ലാതെയാകും. ഗ്ലാമറസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന പുരുഷന്മാർ ഉണ്ടായാലല്ലേ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഡാൻസ് കളിക്കുന്ന സ്ത്രീകൾക്ക് ജോലിയുള്ളൂ. ഇത്തരത്തിൽ സ്ത്രീകളുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുന്ന പുരുഷന്മാർ ഉണ്ടായാലല്ലേ സ്ത്രീകളുടെ സൗന്ദര്യത്തിന് തന്നെ വാല്യൂ ഉണ്ടാവുള്ളൂ. ഗ്ലാമറസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത പുരുഷന്മാരെ ഒരുപാട് നെഗറ്റീവ് കാര്യം പറഞ്ഞ് വിലയിരുത്തുന്നത് തെറ്റാണ്. കാരണം അവർ ഗോൾ സെറ്റ് ചെയ്യാൻ മിടുക്കരാണ്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന നെപ്പോളിയൻ ഹില്ലിൻ്റെ ബുക്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കുണ്ടാവുന്ന സെക്ഷൽ എനർജിയെ കൺട്രോൾ ചെയ്ത് അതിനെ നിങ്ങളുടെ ലൈഫിനെ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം ചെയ്യാൻ അത്ര എളുപ്പമല്ല. മിക്ക പുരുഷന്മാരും ബയോളജിക്കലി ഗ്ലാമറസ് ആയിട്ടുള്ള കാര്യത്തിന് അട്രാക്റ്റഡ് ആവുന്നവരാണ്. ഇത് നാച്ചുറലായ ഒരു കാര്യമാണ്. ഒരു പുരുഷൻ തെറ്റായ രീതിയിലുള്ള സെക്ഷൽ അർജസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ കണ്ടാലും അത് നാച്ചുറലാണ്. ഇതത്ര സീരിയസ് ആയി എടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ ഒരു തെറ്റായ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. പല പുരുഷന്മാർക്കും ഈ ഒരു കാര്യം ചെയ്യാൻ മടിയായിരിക്കും. അവർക്ക് അവരുടെ മൈൻഡ് ഏത് കാര്യത്തിനാണ് അട്രാക്റ്റ് ആവേണ്ടത്, ഏത് കാര്യത്തിനാണ് വാല്യൂ കൊടുക്കാതിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ബോധമില്ല. ഞാൻ ഇനി പറയാൻ പോകുന്ന 4 സ്റ്റാൻഡേർഡ് മൈൻഡ് സെറ്റ്സ് ഒരു പുരുഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ കാമത്തിനെ അതിജീവിച്ച് ആ വ്യക്തി സ്ട്രോങ് ആൻഡ് മാസ്കുലിൻ ആയിരിക്കും. പോയിന്റ് നമ്പർ 1, ഡോണ്ട് ഓവർ എംഫസൈസ് ദ ലുക്സ് ഓഫ് വിമൺ. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്ന ഗേൾസ്, സിനിമ ഹീറോയിൻസ് തുടങ്ങിയവരെല്ലാം ഒരുപാട് ഗ്ലാമറസും മോഡലും ആയിട്ടുള്ളവരായിരിക്കും ഉണ്ടാവുക. ഇത് കണ്ടതും പെട്ടെന്ന് അതിൽ വിശ്വസിക്കാൻ പാടില്ല. കാരണം ഇതൊരു ഇല്യൂഷനാണ്. മേക്കപ്പ്, ഫോട്ടോ ഫിൽറ്റർ, ബെസ്റ്റ് ലൈറ്റിംഗ്, ബെസ്റ്റ് ക്യാമറ ആംഗിൾസ് ഇതെല്ലാം ഉപയോഗിച്ചാണ് അവർ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. ഇനി ഒരു ഗ്ലാമർ ആയിട്ടുള്ള ലേഡീനെ സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ ഈ കാര്യങ്ങളെല്ലാം ആലോചിക്കുക. ഞാൻ ഈ കണ്ട സ്ത്രീ, ഇവർക്കും ഒരു ശരീരമുണ്ട്, ഇവരും മനുഷ്യരാണ്, ഇവർക്കും വയസ്സാകും, ഇപ്പോഴും ഇവർക്കും ഒരുപാട് കുറവുകൾ ഇവരുടെ ഫേസിലും ബോഡിയിലും ഉണ്ടാകും. ഞാൻ കാണുന്ന ഇവരുടെ 1% മാത്രമാണ് എന്ന് ചിന്തിക്കുക. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, റിയൽ ലൈഫിലും ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എപ്പോഴാണോ ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ ഫിസിക്കലായിട്ടുള്ള ഭംഗിയെ ആസ്വദിക്കുന്നത്, അപ്പോൾ തന്നെ ആ വ്യക്തി വീക്ക് പേഴ്സണായി മാറുന്നതാണ്. ഇത് മാസ്കുലിനായി ആ സ്ത്രീയുടെ മുന്നിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കില്ല. ആ വ്യക്തിയുടെ കോൺഫിഡൻസ് ലെവൽ, എക്സ്പ്രഷൻ, ബിഹേവിയർ എല്ലാം ആ വിമൻ്റെ പ്രസൻസ് അനുസരിച്ച് ചേഞ്ച് ആകും. മരുഭൂമിയിലകപ്പെട്ട് വെള്ളത്തിനായി ബുദ്ധിമുട്ടുന്നത് പോലെ ഒരു അട്രാക്റ്റീവ് വിമൻ്റെ അറ്റൻഷന് വേണ്ടി ഒരു പുരുഷൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡുള്ള പുരുഷന്മാരെ കണ്ടാൽ സ്ത്രീകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. ഇങ്ങനെയുള്ള പുരുഷന്മാരോട് സ്ത്രീകൾ പെട്ടെന്ന് അട്രാക്റ്റ് ആയിരിക്കുന്നതല്ല. പക്ഷേ സ്ത്രീകളുടെ ബോഡി, മേക്കപ്പ്, ഭംഗി തുടങ്ങിയവയിലൊന്നും വീഴാത്തൊരു പുരുഷനാണെങ്കിൽ ആ ക്വാളിറ്റിയെ മാസ്കുലിൻ ക്വാളിറ്റി എന്ന് പറയാം. ഇങ്ങനെയുള്ള പുരുഷന്മാരെ കാണുമ്പോൾ സ്ത്രീകൾ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ബ്യൂട്ടി, ഗ്ലാമർ തുടങ്ങിയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ ക്യാരക്ടർ, പേഴ്സണാലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ജഡ്ജ് ചെയ്യാൻ. അത് സോഷ്യൽ മീഡിയയിലായാലും ശരി, റിയൽ ലൈഫിലായാലും ശരി. പോയിന്റ് നമ്പർ 2, ഡോണ്ട് ഫ്രൈ ബ്രെയിൻ ടു ബൂസ്റ്റ് റാൻഡം വുമൺസ് ഈഗോ. മുൻപ് പറഞ്ഞ പോയിൻറ്റിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ പോയിന്റ്. ബേസിക്കലി ലോകത്ത് ചീപ്പ് ആൻഡ് ഈസിയായി ലഭിക്കുന്ന ഒന്നാണ് പുരുഷന്മാർ. എൻ്റെ പിന്നാലെ വരാത്ത പുരുഷന്മാരില്ല. ഈയിടെ ഇങ്ങനൊരു പോണ ആക്ട്രസ് പുരുഷന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അവർ പുരുഷന്മാരെ പറ്റി പറയാനുള്ള കാരണം അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഫ്രീ അറ്റൻഷൻ, ടൈം ഇതെല്ലാമാണ്.
മോസ്റ്റ്ലി മോഡേൺ ആയിട്ടുള്ള വിമൻസിൻ്റെ മൈൻഡിൽ ഈ ലോകം തന്നെ എന്നെ ചുറ്റിയാണ് വരുന്നത്, എന്നെ ചുറ്റിപ്പറ്റിയാണ് ഇരിക്കുന്നത്, എല്ലാ പുരുഷന്മാരും എന്നെയാണ് നോക്കുന്നത്, ഇത്തരത്തിലുള്ള ഈഗോ അവരുടെ മനസ്സിലുണ്ടാവും. റിയൽ ലൈഫിലായാലും സോഷ്യൽ മീഡിയയിലായാലും ഒരു സ്ത്രീക്ക് പുരുഷൻ നൽകുന്ന ഫ്രീ അറ്റൻഷനാണ് ഇതിന് കാരണം. ഗോപാൽ എന്നൊരു പയ്യനുണ്ടെന്ന് വിചാരിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ വിമൺ മോഡൽസ്, വിമൺ ഹീറോയിൻ എന്നിവരെ ഫോളോ ചെയ്യുന്നു ഈ ഗോപാൽ. ഇവന് അഡൽട്ട് മൂവിയിൽ വരുന്ന എല്ലാ ഹീറോയിൻസിൻ്റെയും പേരും മനഃപ്പാടമായി അറിയാം. ഇവൻ്റെ ബ്രെയിൻ ആക്ച്വലി തിളച്ച എണ്ണയിൽ ഫ്രൈ ആയതുപോലെയാണ് ഇപ്പോൾ ഉള്ളത്. ഗോപാലിനെ പോലെ വീഡിയോ കാണുന്ന പല പുരുഷന്മാരുടെ അവസ്ഥ ഇതുപോലെ ആയിരിക്കും. ഏതോ ഒരു മോഡൽ അല്ലെങ്കിൽ ഹീറോയിൻസിനെ ഫോളോ ചെയ്ത് അവരുടെ ലൈഫ് ഫോളോ ചെയ്താൽ അതൊരിക്കലും 1% പോലും നിങ്ങളുടെ ലൈഫിനെ സക്സസ് ആക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ടൈം ആൻഡ് അറ്റൻഷൻ അറിയാത്ത ഒരു സ്ത്രീക്ക് വേണ്ടി വേസ്റ്റ് ചെയ്യാതെ അതിനെ ലൈഫിലെ സക്സസ്സിന് വേണ്ടി ഉപയോഗിക്കുക. പോയിന്റ് 3, ക്രിയേറ്റ് എക്സൈറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇൻ്റർനെറ്റ്. റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ മിക്ക പുരുഷന്മാരും തെറ്റായ സിനിമകൾ, കാമം തോന്നിക്കുന്ന ഗ്ലാമറസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആവാനുള്ള റീസൺ അവരുടെ റിയൽ ലൈഫിൽ അവർ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. കോളേജ് ഇഷ്ടമല്ലായിരിക്കാം, ലവ് അല്ലെങ്കിൽ മാരേജ് റിലേഷൻഷിപ്പ് വളരെ മോശമായി പോകുന്നവരുണ്ടാകും, ലേസിനസ്, വർക്കൗട്ട് ചെയ്യാൻ മടി തുടങ്ങിയ കാരണങ്ങളാൽ അവർക്ക് തന്നെ അവരോട് ഇഷ്ടമില്ലാതെ വരാം. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് പുരുഷന്മാരുടെ മൈൻഡ് ഓൺലൈനിൽ ചീപ്പായി ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ നോക്കി പോകുന്നത്. ഹ്യൂമൻ മൈൻഡിന് ഏതോ ഒരു വിധത്തിൽ എക്സൈറ്റ്മെൻറ്റ് ഫീൽ ആവശ്യമാണ്. ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരേ ഒരു വഴി സോഷ്യൽ മീഡിയയിൽ കാണുന്ന എക്സൈറ്റ്മെൻറ്റ് റിയൽ ലൈഫിൽ ലഭിക്കുന്ന പോലെ ചെയ്യണം. സോ റിയൽ ലൈഫിൽ എന്ത് ചെയ്താൽ എൻ്റെ ലൈഫ് ബെറ്റർ ആകും, എന്ത് ചെയ്താലാണ് എക്സൈറ്റ്മെൻറ്റ് ഫീൽ ലഭിക്കുക എന്ന് നോക്കുക. നിങ്ങൾ ലൈഫിൽ ഉയർന്നു വരാനുള്ള ഹാബിറ്റ്സ് ഫോളോ ചെയ്യണം എന്നൊന്നും ഞാൻ അടിച്ചേൽപ്പിക്കുന്നില്ല. പകരം ഓൺലൈൻ ലോകത്തെ മറന്ന് റിയൽ ലൈഫിൽ ജീവിക്കാനുള്ള മാർഗം തേടുക എന്നാണ് ഞാൻ പറയുന്നത്. പുതിയ ഫ്രണ്ട്സിനെ കണ്ടെത്തുക, പുതിയ സ്ഥലങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, പുതിയ ഹോബീസ് നിങ്ങൾക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ റിയൽ ലൈഫിൽ നിങ്ങൾക്കായി ഒരു നല്ല ജീവിതം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിന് മറ്റൊന്നിൻ്റെ പുറകെ പോകണം? സോ ക്രിയേറ്റ് എക്സൈറ്റ്മെൻറ്റ് ഇൻ യുവർ റിയൽ ലൈഫ്. പോയിന്റ് 4, യു ആർ വാട്ട് യു കൺസ്യൂം. ചില ആളുകൾക്ക് ബോഡി ബിൽഡിംഗ്, ഫിറ്റ്നസ് ഇതിലെല്ലാം ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫിറ്റ്നസ് വീഡിയോസ് ഇടുന്ന പേജസ് ആൻഡ് ചാനൽസ് ഫോളോ ചെയ്യുന്നവരാണ് കൂടുതലും. അതെല്ലാം പലരെയും മോട്ടിവേറ്റ് ആക്കാറുണ്ട്. ഫിറ്റായിരുന്നാലും ഒരു ടൈം ആകുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് ബോഡി ഡിസ്മോർഫിയ. ഇത് മെൻ്റലി എല്ലാവരും ബാധിക്കുന്നതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരാൾ സ്വന്തം ശരീരം ഫിറ്റായിട്ടിരുന്നാലും മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് സ്വന്തം ശരീരം ഫിറ്റല്ല എന്നൊരു തോന്നൽ അവർക്കുള്ളിൽ ഉണ്ടാകാൻ തുടങ്ങും. അതവരുടെ മൈൻഡിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് വരാൻ തുടങ്ങും. എൻ്റെ ബോഡി ഫിറ്റല്ല, ഞാൻ അത്ര സ്ട്രോങ് അല്ല എന്ന തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരികയാണെങ്കിൽ, സ്വന്തം ശരീരത്തോട് അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ബോഡി ഡിസ്മോർഫിയ എന്ന് പറയുന്നു. ഈ ഒരു മാനസികാവസ്ഥയാണ് ഡെയിലി ഫോണിൽ റൊമാൻറ്റിക് വീഡിയോസ് കാണുന്നവരിലും സംഭവിക്കുന്നത്. അവരുടെ മൈൻഡ് ഓൾറെഡി അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ കൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്തിരിക്കും. അതുപോലെ പുരുഷന്മാർ റിയൽ ലൈഫിൽ പെട്ടെന്നൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജിലേക്ക് കടക്കുകയാണെങ്കിൽ ആ പുരുഷനൊപ്പമുള്ള സ്ത്രീ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഫീൽ കൊടുക്കുന്നുണ്ടാവില്ല. ഇതിനേക്കാളും മറ്റൊന്നാണ് നല്ലതെന്ന് പറഞ്ഞ് അവരുടെ മൈൻഡ് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു പ്രോബ്ലം മോസ്റ്റ് കോമൺ ആയി ഇന്നത്തെ ജനറേഷനിൽ കാണാൻ സാധിക്കും. ഇതുകൊണ്ടാണ് പലരുടെയും റിലേഷൻഷിപ്പ് ഫെയിലിയർ ആകുന്നത്. സോ അൺറിയലിസ്റ്റിക് ഫേക്ക് എക്സ്പെക്റ്റേഷനെ വളർത്തിയെടുക്കാതിരുന്നാൽ മറ്റൊന്നിലേക്കുള്ള ആ ജമ്പിങ് ഉണ്ടാവില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. നിങ്ങൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ കാണേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അഡൽട്ട് ആയിട്ടുള്ളതും അതിനെ ബിസിനസ്സായി കാണുന്നതുമായ അക്കൗണ്ട്സിനെ അൺഫോളോ ചെയ്യുക. കാരണം നിങ്ങൾ ഡെയിലി എന്താണോ കാണുന്നത് അതാണ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുക. അതുകൊണ്ട് ബാഡ് ഫോട്ടോസ്, സിനിമ, തെറ്റായ ചിന്തകൾ ഇത് മാത്രമല്ല ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പുരുഷന്മാരെ ബാധിക്കുന്നത്. മെൻ്റലി, ഫിസിക്കലി അവരെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തെറ്റായ ഫുഡ് ഹാബിറ്റ്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിന് ഉദാഹരണമാണ്. ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോഴാണ് ഒരു നല്ല പുരുഷൻ വീക്കായി മാറുന്നത്. വീട്ടിൽ ബൈക്ക് വാങ്ങി കൊടുത്തില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നത്, ലവ് ഫെയിലിയർ ആയാൽ സൂയിസൈഡ് ചെയ്യുന്നത്, ഫേവറേറ്റ് ക്രിക്കറ്റ് ടീം തോറ്റു പോയാൽ പോലും സൂയിസൈഡ് ചെയ്യുന്ന ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മിക്ക ചെറുപ്പക്കാരും. പക്ഷെ നമ്മൾ ചിന്തിക്കണം, പണ്ട് കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന പുരുഷന്മാർ യുദ്ധവീരന്മാരായിരുന്നു. എത്ര നല്ല മൈൻഡ് സെറ്റാണ് അവർക്കുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റെറോണിന്റെ അളവ് വളരെ കുറവായതാണ് ഇതിന് കാരണം. ടെസ്റ്റോസ്റ്റെറോൺ ശരിയായ രീതിയിൽ ഉണ്ടായാൽ മാത്രമേ ഒരു മാസ്കുലിൻ പ്രോപ്പർട്ടി ഒരു പുരുഷൻ ഉണ്ടാവുകയുള്ളൂ. ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ഫുഡ്, നല്ലൊരു ലൈഫ് സ്റ്റൈൽ, എക്സസൈസ് ഇതെല്ലാം ഫോളോ ചെയ്താൽ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പെട്ടെന്ന് ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ലെവൽ ഇൻക്രീസ് ആക്കാൻ പലരും സപ്ലിമെൻ്റ് എടുക്കാറുണ്ട്. പക്ഷേ അതെല്ലാം കെമിക്കൽസ് മാത്രമാണ്. ഇത്തരത്തിൽ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് പറയുന്നത്. സോ ഫ്രണ്ട്സ്,
എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ലൈഫിൽ പല പ്രോബ്ലംസും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു, അതിൽ നിന്നെല്ലാം ഒരു റിലീഫ് വേണം, ഒരു മെൻറ്ററിൻ്റെ ഹെൽപ്പ് വേണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇവിടെ ഓൾറെഡി പ്രൂവ് ചെയ്ത ടെക്നിക്സിലൂടെയും മെൻറ്ററിങ്ങിലൂടെയും കോച്ചിങ്ങിലൂടെയും നിങ്ങൾക്കും നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളുടെ വ്യക്തമായ ബ്ലൂ പ്രിന്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓഡിയോ ബുക്സ്, അഫർമേഷൻസ്, ആർട്ടിക്കിൾസ്, കോഡ്സ്, കമൻട്രീസ്, കോച്ചിങ് സെഷൻസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ബ്ലൂ പ്രിന്റിൽ അടങ്ങിയിരിക്കുന്നു. കൂടാതെ 10 ഫയർ മോട്ടിവേഷൻ വീഡിയോസും നോഫാപ്പ് സക്സസ് സ്റ്റോറീസ് ആക്സസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഞങ്ങളിൽ നിന്നും തുടങ്ങാം നിങ്ങളുടെ പുതിയ മാറ്റത്തിന് തുടക്കം.